Hi all, welcome to the lecture of Mechanics of Fluids. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെഞ്ചുറിമീറ്ററുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുക. സോ വിത്തൗട്ട് എനി ഡിലേ വിൽ ഡയറക്ട്ലി ഗോ ഓൺ ടു ദി പ്രോബ്ലം. സോ ഹിയർ ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A mercury filled U-tube manometer connected across a venturimeter records a difference of 30 millimeters. Diameters at the inlet and throat of venturimeter are 100 millimeters and 50 millimeters respectively. If oil of specific gravity 0.85 flows through the horizontal pipe, calculate the discharge. Take CD, coefficient of discharge equal to 0.9. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഒരു വെഞ്ചുറി മീറ്റർ ഉണ്ട്. ആ വെഞ്ചുറി മീറ്റർ ഹൊറിസോണ്ടലി ആണ് അല്ലേ? ആ വെഞ്ചുറി മീറ്റർ ഹൊറിസോണ്ടലി ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കൺവേർജിങ് പാർട്ടുണ്ട്, ഒരു ത്രോട്ട് ഏരിയ ഉണ്ട്, ഒരു ത്രോട്ട് ഏരിയ ഉണ്ട്, ആൻഡ് കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള ഡൈവേർജിങ് പാർട്ടാണ് പൊതുവെ വെഞ്ചുറി മീറ്റേഴ്സിന് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് റഫായിട്ടൊരു ഡയഗ്രാം വരച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒരു വെഞ്ചുറി മീറ്റർ ഉണ്ട്. ആൻഡ് ദേ സെഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എ യൂട്യൂബ് മാനോമീറ്റർ. ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ യൂട്യൂബ് മാനോമീറ്റർ കണക്റ്റഡ് ആവുക ഇൻലെറ്റും അതുപോലെ ത്രോട്ടുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. ആൻഡ് മെർക്കുറിയുടെ പ്രസൻസ് എന്തുണ്ടാവും? ഈ യൂട്യൂബ് മാനോമീറ്ററിൽ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ മെർക്കുറിയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് അറൗണ്ട് 30 സെൻറ്റിമീറ്റേഴ്സ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സെൻറ്റിമീറ്റേഴ്സ്, ഇറ്റ് ഈസ് 30 മില്ലിമീറ്റേഴ്സ്. 30 മില്ലിമീറ്ററാണ് മെർക്കുറിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നു. ഡയമീറ്റർ അറ്റ് ദ ഇൻലെറ്റ് ആൻഡ് അറ്റ് ദി ത്രോട്ട്. സോ ദിസ് ഈസ് അവർ സെക്ഷൻ 1 അല്ലേ? സോ ഇവിടുത്തെ ഡയമീറ്റർ ദാറ്റ് ഈസ് D1, ഇറ്റ് ഈസ് ഗിവൺ ആസ് 100 millimeters, 100 millimeters, and the diameter at the throat D2 is given as 50 millimeters, 50 millimeters. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് ഓയിലാണ്. ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഗിവൺ ആസ് 0.85. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ്. ഇഫ് ആൻഡ് യു ഹാവ് ടു ടേക്ക് CD, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് as 0.9. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു റഫ് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിവൺ തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഗിവൺ മാറ്റേഴ്സ് എന്തൊക്കെയാണോ അത് നിങ്ങൾ എഴുതി വെക്കുക. ഗിവൺ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എഴുതുക. D1 ഈസ് ഗിവൺ, അതുപോലെ D2 ഈസ് ഗിവൺ. One is 100 millimeters, the next one is 50 millimeters. Oil ആണ്, oil of specific gravity it is 0.85. CD value they have asked to consider it as 0.9. And distance, ഈ distance എന്ന് പറഞ്ഞിട്ടുള്ളത് that let it be x distance, that is 30 millimeters. So SI യൂണിറ്റിലേക്ക് ആക്കുമ്പോൾ 0.03 meters. So 0.03 meters of what it is of that of mercury, 0.3 meters of mercury, that is Hg. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഡിസ്ചാർജ് കാണാനാണ്. Q എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കാണാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? വെഞ്ചുറി മീറ്ററിൻ്റെ Qയുടെ ഇക്വേഷൻ എന്താ? CD ഇൻറ്റു A1 ഇൻറ്റു A2 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഈ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ A1 എന്ന് പറഞ്ഞാൽ ഏരിയ അറ്റ് ഇൻലെറ്റ്, A2 എന്ന് പറഞ്ഞാൽ ഏരിയ അറ്റ് ദി ത്രോട്ട്. H എന്ന് പറഞ്ഞാലോ, H എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യരുത്? ഈ ഡിസ്റ്റൻസ് 30 millimeter ആണ് H എന്ന് പറഞ്ഞെടുക്കരുത്. അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. മെർക്കുറിയുടെ ഈ ലെവൽ ഡിഫറൻസ് അല്ല നമ്മൾ നോക്കുന്നത്. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുതരാം. സോ ഏരിയ നമുക്ക് കാണാൻ കഴിയും, കാരണം നമ്മൾ പൊതുവേ പൈപ്പുകളൊക്കെ സർക്കുലർ രീതിയിലാണ് കാണുന്നു. സോ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് അവർ ഫൈനൽ ഡിസ്ചാർജ്. നമ്മൾ ഡിസ്ചാർജ് ആണ് കാണേണ്ടത്. CD വാല്യൂ is given, that is 0.9 value is given. ഏരിയ A1 A2 കാണണം. ഇപ്പോൾ A1 എങ്ങനെ കാണുക? A1 ഏരിയ ഈസ് π/4 D1 സ്ക്വയർ. സോ π/4 D1
D1 എന്ന് പറഞ്ഞിട്ടുള്ളത് 100 millimeters ആയിരുന്നു. സോ ഇറ്റ് വിൽ ബി 0.1 meters. എല്ലാം എസ് യൂണിറ്റിലാക്കണം. സോ പൈ ബൈ 4 D1 square. സോ ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ഇൻ കാൽക്കുലേറ്റർ യു ക്യാൻ സീ ദ വാല്യൂ ടു ബി അപ്രോക്സിമേറ്റ്ലി 7.85 into 10 to the power -3 meter square. ഇതാണ് ഏരിയ A1. Similarly A2 എടുത്തു കഴിഞ്ഞാൽ പൈ ബൈ 4 D2 square. So pi by 4 D2 is 50 millimeters. So I have 0.05 whole square, and that is equal to 1.96 into, so you will get the value 1.96 into 10 to the power -3 meter square. സോ ഏരിയ A1 ആൻഡ് A2. അപ്പോൾ ഏരിയ A1 എനിക്ക് കിട്ടി, A2 കിട്ടി, A1 കിട്ടി, A2 കിട്ടി, എല്ലാം കിട്ടി. ഇനി ഏതൊക്കെ കിട്ടാനുള്ളൂ? എച്ച് വാല്യൂ ആണ് എനിക്ക് കിട്ടാനുള്ളത്. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുക, ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, ചില സ്റ്റുഡൻസ് പലരും എച്ചിൻ്റെ വാല്യൂ കറക്റ്റ് കൊണ്ടുപോയിട്ട് 30 millimeters തന്നല്ലോ, സോ 30 millimeters ആണെങ്കിൽ എച്ചിൻ്റേത് 0.03 എന്ന രീതിയിലേക്ക് ചിലപ്പോൾ എടുത്തേക്കാം. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ എച്ച് എന്ന് പറയണത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് മെർക്കുറിയുടെ ബേസിലാണ് ഹെഡിൻ്റെ ഡിഫറൻസ് പറഞ്ഞ് തന്നിട്ടുള്ളത് അല്ലേ, 30 millimeters. പക്ഷെ നമ്മൾ ഡിസ്ചാർജ് കാണുന്നത് ഓയിലിൻ്റെതാണ്. അപ്പോൾ ഓയിലിൻ്റെ ഹെഡ് ഡിഫറൻസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. സോ ദ ഇക്വേഷൻ ടു ഫൈൻഡ് എച്ച്, അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇക്വേഷൻ ടു ഫൈൻഡ് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് the manometric fluid divided by the specific gravity of the fluid which is flowing -1 into x. X is the distance that's shown in the manometer. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് നമ്മൾ മെർക്കുറി യൂസ് ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ. കാരണം മെർക്കുറി നമ്മുടെ ഓയിലിനെക്കാട്ടിലും കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ ഫ്ലൂയിഡാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SM ബൈ എസ്. SM എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ നമ്മുടെ ഫ്ലൂയിഡ് ഏതാണോ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി -1. അപ്പോൾ ഇവിടെ മെർക്കുറി യൂസ് ചെയ്യുമ്പോൾ ഓയിലിനെക്കാട്ടിലും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, മെർക്കുറി മാനോമീറ്ററിൽ. ഇനി മാനോമീറ്ററിലെ ഫ്ലൂയിഡ് എങ്ങാനും ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിനെക്കാട്ടും സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നത്, മെർക്കുറി ഒബ്വിയസ്ലി എന്തായിരിക്കും, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും ദാൻ ഓയിൽ. നേരെ തിരിച്ച് ഇഫ് വി ആർ കൺസിഡറിങ് എ ഫ്ലൂയിഡ് ഇഫ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് വെരി മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഓയിൽ, ഓയിലിനെക്കാട്ടിലും കുറവ് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷനിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. SM ബൈ എസ് -1 പകരം ഇറ്റ് വിൽ ബി 1 - SM ബൈ എസ്. ഇതിനെ തിരിച്ചിടുക, SM ബൈ എസ് -1 പകരം 1 - SM ബൈ എസ്. അതായത് ഇവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഇഫ് ഹിയർ ഇൻ കേസ് ഇവിടെ നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡ് മെർക്കുറി ആണ്, അതുകൊണ്ട് മെർക്കുറിയുടെ ടേം മുകളിൽ വരും. അഥവാ ഇതിനേക്കാട്ടിൽ കുറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റികളാണെങ്കിൽ വി ഷുഡ് റൈറ്റ് ഇറ്റ് 1 - SM ബൈ എസ്. സോ നമുക്ക് നോക്കാം. എക്സ് വാല്യൂ ഇസ് ഗിവൺ ആസ് 0.03 അല്ലേ, അതായത് 30 millimeters ആണ് എക്സ് വാല്യൂ തന്നിട്ടുള്ളത്. നൗ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി അത് നമ്മൾ കാണാപ്പാഠം പഠിക്കണം, ദാറ്റ് ഈസ് 13.6 divided by specific gravity of oil which is given in the question. I think it is 0.85 അല്ലേ, yes it is 0.85 -1. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദി ഡയറക്റ്റ് ആൻസർ, ഇറ്റ് ഈസ് 0.45 meters. ഓക്കെ, എച്ച് ഈസ് ഈക്വൽ ടു 0.45 meters. അപ്പോൾ ഇനി നമുക്ക് എല്ലാ വാല്യൂം കിട്ടി, ഈ എച്ച് അടക്കം കിട്ടി, ജിയുടെ വാല്യൂ ഇറ്റ് ഈസ് 9.81 അല്ലേ, 9.81 എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q is equal to CD into A1 A2 into root of 2GH divided by square root of A1 square minus A2 square. ക്ലിയർ? സി ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 0.9 ആണ്. 0.9 ഇൻറ്റു A1 ആൻഡ് A2 വി ഹാവ് ഓൾറെഡി ഫൗണ്ട് 7.85 ഇൻറ്റു 10 to the power -3, 1.96 ഇൻറ്റു 10 to the power -3. സോ അത് ഞാനിവിടെ ഇതാണ് 7.85 ഇൻറ്റു 10 to the power -3 ഇൻറ്റു 1.96 ഇൻറ്റു 10 to the power -3. ഓക്കെ, ഇൻറ്റു റൂട്ട് ഓഫ് 2GH
2 into G is 9.81. 9.81 into H വാല്യൂ എത്രയാണ് 0.45. അത് നിങ്ങൾ മറ്റേ 0.03 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2GH the whole divided by root of again area A1 square minus A2 square. 7.85 into 10 to the power minus 3 the whole square minus 1.96 into 10 to the power minus 3 the whole square. Okay, so we have substituted all the values as per the discharge equation. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ you can see that the answer is 5.41 into 10 to the power minus 3 meter cube per second. So you will get the value as 5.41 into 10 to the power minus 3 meter cube per second. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഡിസ്ചാർജ് ആണ്. സോ ദ യൂണിറ്റ് വിൽ ബി മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി നമുക്കിതിന് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഇപ്പം മീറ്റർ ക്യൂബിന് നമുക്ക് ലിറ്റേഴ്സ് ആക്കാം. കാരണം 1 ലിറ്റർ ഇസ് ഈക്വൽ 1 മീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 ലിറ്റേഴ്സ് എന്നാണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഡൗൺ ആസ് 5.41 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. So that's all the discharge. That's all for this answer. Hope you have understood it very well. So here is our next question. A 30 centimeter by 15 centimeter Venturimeter is provided in a vertical pipeline carrying oil of specific gravity 0.9, the flow being upwards. The difference in elevations of the throat section and entrance section of Venturimeter is 30 centimeter. The pressure difference in manometer is 25 centimeter of mercury. Take CD is equal to 0.98. Calculate the discharge of oil and pressure difference between entrance and throat. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ പൈപ്പ് ലൈനിൻ്റെ കേസിലാണ് അല്ലേ. അപ്പോൾ വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത് നമ്മളപ്പോൾ വെർട്ടിക്കൽ പൈപ്പ് ലൈനിലാണെങ്കിൽ അപ്പോൾ വെഞ്ചുറിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, വെർട്ടിക്കലി നമ്മളതിനെ കീപ്പ് ചെയ്യണം. വേണ്ടേ, വെർട്ടിക്കലി തന്നെ എന്ത് ചെയ്യണം, നമ്മളതിനെ കീപ്പ് ചെയ്യണം. സോ ഒരു റഫ് ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. ഡയഗ്രാം വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബട്ട് ഇറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ കറക്റ്റ് സ്കെയിലും പ്രോപ്പറായിട്ട് വരയ്ക്കുക. ഞാൻ അങ്ങനെ ജസ്റ്റ് റഫാക്കിയിട്ട് വരക്കുന്നുള്ളൂ. സോ 30 നമുക്ക് തന്നിട്ടുള്ള വെഞ്ചുറിമീറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 30 by 15 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ വെഞ്ചുറിമീറ്ററിൻ്റെ എവിടെയൊക്കെയാണ് നമ്മൾ മാനോമീറ്റർ കണക്ട് ചെയ്യാറ്? ഒന്ന് ഇപ്പോൾ ഇതിൽ കൂടെ വെർട്ടിക്കലി ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻലെറ്റ് ഭാഗം എവിടെയാണോ അവിടെ കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ത്രോട്ട് ഏരിയയിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, മാനോമീറ്റർ കണക്റ്റഡ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇങ്ങനെയെന്ന് ഉദ്ദേശം ഈ രണ്ട് സെക്ഷനിലാണ്. അത് താഴത്തേക്കായിരിക്കാം, മുകൾക്കാണെങ്കിൽ ഇൻക്ലൈൻഡ് രീതിയിലൊക്കെ ആവാം. സോ ഈ രണ്ട് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് സെക്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെഞ്ചുറിമീറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ തരുമ്പോൾ ഇൻലെറ്റ് ബൈ ഔട്ട്ലെറ്റ് എന്ന രീതിയിൽ തരും. അതിൻ്റെ ഡയമീറ്റേഴ്സ് 30 by 15 സെൻറ്റിമീറ്റർ വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കുന്നുണ്ടത് ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ ആണ് 30 സെൻറ്റിമീറ്റർ, ത്രോട്ടിലെ ഡയമീറ്റർ ആണ് which is given as 15 centimeter. So 30 centimeter means 0.3 meters, 15 centimeter means 0.15 meters. ഓക്കെ, അപ്പോൾ വെഞ്ചുറിമീറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ ഇങ്ങനെ തന്നാൽ നിങ്ങൾ ഓർത്ത് വെച്ചോണ്ടു. 30 by 15 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിലെ ഡയമീറ്റർ ആണ് 13, 15 എന്ന് പറഞ്ഞാൽ ത്രോട്ട് ഏരിയയിലുള്ള അതിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, അതിൽ പോകുന്നത് എന്താണ്, ഒരു ഓയിലാണ്. ആ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 0.9. പിന്നെ അവർ തന്നിട്ടുള്ളത് ഡിഫറൻസ് ഇൻ എലിവേഷൻ, അതായത് സെക്ഷൻ 2 നമ്മൾ ഇവിടെ എടുക്കും. ദാറ്റ് ഈസ് അൺടിൽ സം ഡേറ്റം ഉണ്ടെങ്കിൽ ആ ഡേറ്റം വരെയുള്ള Z2 ഇതാണ്. പിന്നെ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ സെക്ഷൻ 1 എടുക്കുകയാണെങ്കിൽ ആ സെക്ഷൻ 1 വരെയുള്ള ഹൈറ്റ് Z1 ആണ്. സോ Z2 minus Z1. സോ ഡിഫറൻസ് ഇൻ ദ എലിവേഷൻ ഈസ് ഗിവൺ, ദാറ്റ് ഈസ് Z2 minus Z1. ഡിഫറൻസ് ഇൻ എലിവേഷൻ ഈസ് ഗിവൺ ആസ് 30 സെൻറ്റിമീറ്റേഴ്സ്, ദാറ്റ് ഈസ് അഗെയിൻ 0.3 മീറ്റർ. ഇതാണ് ഡേറ്റം ഹെഡ്. So the pressure difference in manometer, next it is given pressure difference in manometer is given in terms of mercury, that is x is equal to 25 centimeters of mercury അല്ലേ. ഇത് പ്രോബ്ലത്തിലെങ്ങാനും ഇഫ് ഇറ്റ് ഈസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്നാണെങ്കിൽ അതെന്തായി മാറും, H ആയിട്ട് മാറും.
ഓക്കെ, അപ്പം നമ്മൾ √2GH നമ്മൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ വരാറുണ്ടല്ലോ √2GH. ആ എച്ച് ആക്ച്വലി ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഹൈറ്റ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് വാട്ടർ. പക്ഷെ നമുക്കിവിടെ മെർക്കുറിയിലാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ആ മെർക്കുറിനെ നമ്മൾ എന്തെങ്കിലും വാട്ടറിൻ്റെ ടേംസിൽ കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടു അല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കാം. സോ എക്സ് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 25 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. നൗ ഇത്രയും കാര്യങ്ങളാണ് അതിൽ തന്നിട്ടുള്ളത്. പിന്നെ ഒന്നും കൂടെ തന്നിട്ടുണ്ട് സി ഡി വാല്യൂ ഓഫ് ദ വെഞ്ചുറിമീറ്റർ ഇസ് ഗിവൺ ആസ് 0.98. So now they are asking us to find the discharge of oil and also ഇൻലെറ്റിലെയും ത്രോട്ടിലെയും പ്രഷർ ഡിഫറൻസ് കാണാൻ നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഡിസ്ചാർജ് കാണാം. ഡിസ്ചാർജ് കാണേണ്ട ഇക്വേഷൻ എന്താണ്? Q is equal to CD into A1A2 into √2GH divided by square root of A1 square minus A2 square. ഏരിയ 1 ഏരിയ 2 കാണണമെങ്കിൽ ആകെ ഡയമീറ്റർ അറിഞ്ഞാൽ മതി. D1 D2 അത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. സോ അത് അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഏരിയ 1 കാണുന്നു. ഏരിയ 1 ഈസ് π/4 D1 square, that is 0.3 square, and area 2 is π/4 into D2 square, that is 0.15 square. Okay, so if you are doing it in calculator, you can see that this area is 0.07 meter square, and here the area is 0.0177 meter square. ഇത്രയും ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇനി ഇവിടെ നമ്മൾ ഹെഡ് കണ്ടു, ദാറ്റ് ഈസ് 25 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി അല്ലേ. അപ്പോൾ അത് എച്ച് കാണാൻ, ഇൻ ടേംസ് ഓഫ് വാട്ടർ കാണാൻ എന്തായിരുന്നു നമ്മൾ ചെയ്ത്, മാനോമെട്രിക് ഫ്ലൂയിഡ് ബൈ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഗിവൺ ഫ്ലൂയിഡ് -1 ഇൻറ്റു എക്സ്, എത്രയാണോ തന്നതെന്ന് വെച്ചാൽ. അപ്പോൾ മെർക്കുറി ആണ്, സോ ഇറ്റ് ഈസ് 13.6 ഡിവൈഡഡ് ബൈ നമുക്ക് തന്ന ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് 0.9 -1 the whole into the distance in terms of mercury is given as 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ മീറ്റർക്ക് ആക്കണം, സോ ഇറ്റ് ഈസ് 0.25. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടും. എച്ച് വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് 3.53 മീറ്റേഴ്സ്. എച്ച് കിട്ടി. അപ്പോൾ എനിക്ക് A1 കിട്ടി, A2 കിട്ടി, എച്ച് കിട്ടി, ജി അറിയാം, എല്ലാം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. എല്ലാ വാല്യൂസും നിങ്ങൾ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് യു ഗെറ്റ് ദ വാല്യൂ ആസ് 0.149 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ എനിക്ക് ഡിസ്ചാർജ് കിട്ടി, ദാറ്റ് ഈസ് 0.149 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 149 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. സോ ഐ ക്യാൻ സേ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 149 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നും എനിക്ക് എഴുതാം. ഇനി അതിൽ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ പ്രഷർ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും പ്രഷർ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. സോ പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി വാട്ട്, ഇറ്റ് ഈസ് ആക്ച്വലി P1 - P2 അല്ലേ. പക്ഷേ നമുക്ക് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ പ്രകാരം ഇവിടെ വെലോസിറ്റി കമ്പോണൻ്റോ കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം അതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ പ്രഷർ ഹെഡിൻ്റെ ഡിഫറൻസ് കാണാം. സോ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് P1/ρg + Z1 ഓക്കെ മൈനസ് P2/ρg + Z2. ഇങ്ങനെ എനിക്ക് എഴുതി കൂടെ പ്രഷർ ഹെഡിൻ്റെ ഡിഫറൻസ്. അതെ, ഇങ്ങനെ എനിക്ക് എഴുതാം P1/ρg + Z1 മൈനസ് P2/ρg + Z2. നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ പ്രകാരം അതിൽ നിന്ന് നമുക്ക് ഹെഡിൻ്റെ ഇക്വേഷൻ കിട്ടും. ഈ എച്ച് വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് വാസ് ഈക്വൽ ടു 3.53 അല്ലേ. സോ ഹെഡ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 3.53. നമ്മളോട് ചോദിച്ചത് P1 - P2 കാണാനോ അല്ലെങ്കിൽ P2 - P1 ഏതായാലും കുഴപ്പമില്ല. സോ ഇഫ് അറ്റ് ഓൾ ഐ എം ഫൈൻഡിങ് ഇറ്റ്, സോ 3.53. അപ്പോൾ P1 - P2 P2 - P1 എനിക്ക് കാണാം. അപ്പോൾ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് P1/ρg മൈനസ് P2/ρg, P1/ρg മൈനസ് P2/ρg. ഓക്കെ, അങ്ങനെ ഞാൻ എഴുതി. നൗ ഐ എം ഡൂയിങ് മൈനസ് ഓഫ് Z2 - Z1. ഇതിന് ഞാൻ മൈനസ് ഓഫ് Z2, പിന്നെ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് തന്നെ വീണ്ടും മൈനസ് ഇട്ട് കൊടുത്തു. സോ മൈനസ് ഓഫ് മൈനസ് ഇസ് പ്ലസ് Z1 ഈസ് ഈക്വൽ ടു 3.53 എന്ന് എഴുതി. Z2 - Z1 ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഓൾറെഡി എത്രയാ 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. സോ ഇൻ ടേംസ് ഓഫ് മീറ്റർ ഇറ്റ് ഈസ് 0.3 മീറ്റർ അല്ലേ. ദിസ് വാസ് 30 സെൻറ്റിമീറ്റർ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 മീറ്റേഴ്സ് എന്നാണ്.
അല്ലേ? അപ്പോൾ ആ 0.3 ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കുറക്കുന്നു. സോ ഐ വിൽ ഗെറ്റ് P1/ρg മൈനസ് P2/ρg ഈസ് ഈക്വൽ ടു 3.53 മൈനസ് ഓഫ് 0.3 അല്ലേ? അങ്ങനെ എനിക്ക് എഴുതിക്കൂടെ? സോറി, ഇറ്റ് ഈസ് മൈനസ് ഓഫ് 0.3 അല്ല, മൈനസ് ഓഫ് 0.3 ഇവിടെയാണ്. അപ്പോൾ റൈറ്റിലേക്ക് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബി പ്ലസ് 0.3, റൈറ്റ്? ഹിയർ ഇറ്റ് ഈസ് മൈനസ് ഓഫ് Z2 മൈനസ് Z1. സോ ഇങ്ങോട്ട് എടുത്താൽ പ്ലസ് Z2 മൈനസ് Z1. സോ ഐ വിൽ ഗെറ്റ് 3.83, റൈറ്റ്? നൗ ഐ നീഡ് ടു ഫൈൻഡ് P1 മൈനസ് P2. P1 മൈനസ് P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോജി കോമൺ ടേം അല്ലേ? അപ്പോൾ 3.83 ഇൻറ്റു റോജി എനിക്ക് ചെയ്യാലോ. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓയിലാണ് വർക്കൗട്ട് ആവുന്നത് അല്ലേ, വെള്ളമല്ല. സോ അതെടുത്തിട്ട് 1000 കൊണ്ടുപോയി നിങ്ങൾ എഴുതരുത്. റോ ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് ഓയിൽ. ഓയിലിൻ്റെ റോ എന്ന് തന്നിട്ടുള്ളത് എത്രയാണ്? Specific gravity is given 0.9. So അത് റോ എടുത്തു കഴിഞ്ഞാൽ it will become 900 into G, it is 9.81. clear? Rho G and that is 3.83 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ finally you will get the answer as 33.82 kilo Pascal. അപ്പോൾ ഇതാണ് പ്രഷർ ഡിഫറൻസ് വിച്ച് ഈസ് P1 മൈനസ് P2 ദാറ്റ് ഇസ് ഈക്വൽ ടു 33.82 കിലോ പാസ്കൽ. P1 മൈനസ് P2 എന്ന് പറയുമ്പോൾ ഇൻലെറ്റിലെ പ്രഷറും അതുപോലെ ത്രോട്ടിലെ പ്രഷറിൻ്റെയും ഡിഫറൻസ് ആണ് P1 മൈനസ് P2 ദാറ്റ് ഈസ് 33.82 കിലോ പാസ്കൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ P2 മൈനസ് P1 ആക്കിയിട്ട് നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു നെഗറ്റീവ് സൈൻ അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ. സോ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. ഹിയർ ഈസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ടുഡേ. A liquid of specific gravity 0.85 is flowing through an inclined Venturimeter of 250 millimeters by 115 millimeter size. The difference of pressures between main and throat is measured by a liquid of specific gravity 0.65 contained in an inverted U-tube which gives a reading of 275 millimeters. If the loss of head between main and throat is 0.3 times the kinetic head of the pipe, determine the rate of flow of liquid. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതൊരു ചെറിയൊരു വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സി വെഞ്ചുറിമീറ്ററിൻ്റെ ഓറിഫേസ് മീറ്ററിൻ്റെ ഒക്കെ പ്രോബ്ലത്തിൽ അവർക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓൺലി തിങ് ഈസ് യു ഷുഡ് നോ ദി ഇക്വേഷൻ വെരി വെൽ. ചിലപ്പോൾ CD ചോദിച്ചേക്കാം, ചിലപ്പോൾ CDക്ക് പകരം X ഡിസ്റ്റൻസ് ചോദിച്ചേക്കാം, ചിലപ്പോൾ Xന് പകരം H ചോദിച്ചേക്കാം. സോ അങ്ങനെ പല രീതിയിൽ അവർക്ക് തിരിച്ച് മറിച്ചും ചോദിക്കാം. ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതിൽ ചോദിക്കാം. ഇപ്പോൾ ഇൻക്ലൈൻഡ് ആകുമ്പോൾ Z1 Z2 ഹൈറ്റിനൊരു ഡിഫറൻസ് ഉണ്ടാവും. അത് മാത്രമേ അതിൽ ഒരു കാര്യമാക്കേണ്ടതുള്ളൂ. സോ ഈ ഒരു പ്രോബ്ലം ഒരു ചെറിയ വെറൈറ്റിയാണ്. സോ അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് ഉണ്ട്. ലിക്വിഡ് എന്താണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഗിവൺ ദാറ്റ് ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി, ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലിക്വിഡ് ഈസ് 0.85. ഓക്കെ, ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ആൻ ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ. അപ്പോൾ വെഞ്ചുറിമീറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നിട്ടുള്ളത് 250 millimeter by 115 millimeter എന്നാണ്. അപ്പോൾ 250 millimeter by 150 millimeter എന്ന് പറയുമ്പോൾ ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 250 millimeters ആണ്. ദാറ്റ് ഈസ് 0.25 meter. അതുപോലെ ത്രോട്ടിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 115 millimeter ആണ്. ഓർ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് 0.115 meters. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ പ്രഷർ ഡിഫറൻസ് മെയിൻ ഇൻലെറ്റിലും ത്രോട്ടിലും പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് മാനോമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 0.65 ആണ്. അതായത് ഒഴുകുന്ന ഫ്ലൂയിഡ് ഏതാണോ അതിനേക്കാട്ടിലും സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ് ആണ് മാനോമീറ്ററിലുള്ളത് അല്ലേ? നമ്മൾ സാധാരണ മെർക്കുറിയാണ് യൂസ് ചെയ്യാറ്. മെർക്കുറിൻ്റെത് എപ്പോഴും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരുന്നത്? SM/S -1 × X എടുത്തിരുന്നത്. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ നേരെ തിരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തത്. സോ യൂസ് ചെയ്യുന്നത് പ്രഷർ ഡിഫറൻസ് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാനോമീറ്ററിൽ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് ആണെന്ന്, മെർക്കുറി അല്ല. ആ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.65 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഫ്ലോയിങ് ഫ്ലൂയിഡ്.
ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ ഇൻവേർട്ടഡ് യു ട്യൂബ്. അപ്പോൾ ഇൻവേർട്ടഡ് യു ട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മാനോമീറ്റർ ഫ്ലൂയിഡ് എപ്പോഴാണോ നമ്മുടെ ഫ്ലോയിങ് ഫ്ലൂയിഡിനെക്കാട്ടിലും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നത്, അങ്ങനത്തെ കേസിൽ അങ്ങനെയാണ് പൊതുവെ ഇൻവേർട്ടഡ് യു ട്യൂബ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കിട്ടുന്ന റീഡിങ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ് അല്ലേ. ആ കിട്ടുന്ന റീഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 275 millimeters, or I can say it is 0.275 meters. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ 0.275 ആണ്. ഇനി അവർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ, ഇഫ് ദ ലോസ് ഓഫ് ഹെഡ്, അപ്പോൾ ഫ്ലോ നടക്കുന്ന നേരത്ത് ഇൻലെറ്റിൽ നിന്ന് ത്രോട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഒരു ലോസ് ഓഫ് ഹെഡ് ഉണ്ട്, ഒരു ഹെഡ് ലോസ് സംഭവിക്കുന്നുണ്ട്. ആ ഹെഡ് ലോസ് എത്രയാണ് അവർ തരുന്നത്? 0.3 times കൈനറ്റിക് ഹെഡ് ഓഫ് ദ പൈപ്പ്. കൈനറ്റിക് ഹെഡ് ഓഫ് ദ പൈപ്പ് ആണ്, ദാറ്റ് ഇസ് 0.3 times കൈനറ്റിക് ഹെഡ്. ഈ കൈനറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെലോസിറ്റി കാരണമുള്ള ഹെഡ്, വെലോസിറ്റി ഹെഡ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡൈനാമിക് ഹെഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 into V1 square by 2G. ഇങ്ങനെയും എനിക്ക് എഴുതാം, ദാറ്റ് ഈസ് HL. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ HL എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം, എന്തിനാണ് തന്നത് എന്നുള്ളത്. നമ്മളോട് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഫ്ലോ കാണണം. അതായത് ക്യൂയുടെ വാല്യൂ എന്താണെന്നുള്ളത് കാണാനാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് D1 ഈസ് 0.25 എന്നറിയാം. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ 1 A1 ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു D1 സ്ക്വയർ. സോ π/4 ഇൻറ്റു D1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു 0.25 ദി ഹോൾ സ്ക്വയർ, ആൻഡ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.0491 മീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാനത് ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി ആൻസേഴ്സ് തരുന്നത്. സോ അഗെയിൻ ഏരിയ 2, ഏരിയ അറ്റ് ദി ത്രോട്ട് സെക്ഷൻ ഈസ് π/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദി ത്രോട്ട് സ്ക്വയർ. So π/4 into 0.115 the whole square, and I'll get the answer to be 0.0104 meter square. സോ ഏരിയ 1 ഏരിയ 2 കിട്ടി. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് H കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. H ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു, നമ്മൾ സാധാരണ SM/S -1 എടുക്കുക, പക്ഷേ ഇവിടെ അങ്ങനെയല്ല എടുക്കുക. ഇവിടെ നമ്മൾ 1 - SM/S എടുക്കും. കാരണം ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏത് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണോ, ഏത് ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജ് ആണോ ഞാൻ കാണേണ്ടത്, അതിനെക്കാട്ടിലും കുറവായിരിക്കും അല്ലേ. സോ അപ്പോൾ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യണം. സോ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇറ്റ് വാസ് 275 millimeters. സോ ദാറ്റ് ഈസ് 0.275 meters നമ്മൾ എടുത്തിട്ടുണ്ട്, ഇൻറ്റു 1 മൈനസ് SM എന്ന് പറഞ്ഞാൽ 0.65 ആയിരുന്നു. ഒഴുകുന്ന ഓയിലിൻ്റെത് ലിക്വിഡിൻ്റെത് 0.85 ആയിരുന്നു തന്നിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ വാല്യൂ ഓഫ് H. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഇൻ ടേംസ് ഓഫ് വാട്ടറിലാണ് നമുക്ക് കിട്ടുക അല്ലേ. 0.065 meters ഓഫ് വാട്ടറിൻ്റെ ടേംസിലാക്കാനാണ് നമ്മൾ ഈ Hലാക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി വാട്ടറിൻ്റെ ടേംസിലാണ് തന്നതെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ? അല്ല, പക്ഷെ ഒരു ഹെഡ് ലോസ് ഉണ്ട് അല്ലേ, HL ലോസ് ഉണ്ട്. അപ്പോൾ H - HL ആണ് നെറ്റ് H ആയിട്ട് വരിക. പക്ഷേ ഈ HLൻ്റെ വാല്യൂ കറക്റ്റ് എനിക്കറിയോ? ഇല്ല. 0.3 ഇൻറ്റു V1 സ്ക്വയർ ബൈ 2G എന്നാണ് അല്ലേ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ CD ഇൻറ്റു A1 A2 ഇൻറ്റു √2GH ഡിവൈഡഡ് ബൈ √A1 സ്ക്വയർ - A2 സ്ക്വയർ ഉപയോഗിക്കാം. പക്ഷേ അതിൽ Hൻ്റെ അവിടെ ഈ വാല്യൂ എനിക്ക് കറക്റ്റ് ഇടാൻ കഴിയില്ല. കാരണം എന്താ? ദർ ഈസ് എ ലോസ് ഓഫ് ഹെഡ് ഓൾസോ. അപ്പോൾ H - HL വാല്യൂ അറിഞ്ഞാൽ എനിക്ക് ആ ഇക്വേഷൻ ഇടാം. പക്ഷേ HL വാല്യൂ എനിക്ക് കാണാൻ പറ്റുമോ? ജിയുടെ വാല്യൂ എനിക്കറിയാം 9.81, പക്ഷെ വെലോസിറ്റി V1 എനിക്കറിയോ? ഇല്ല. അപ്പം ഞാൻ വെലോസിറ്റി V1 കാണണം. V1 കണ്ടു കഴിഞ്ഞാൽ എനിക്ക് HL കിട്ടും, എന്നിട്ട് H - HL വാല്യൂ കിട്ടും. അത് നേരെ പോയി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ഓൾറെഡി പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് എത്ര തന്നിട്ടുള്ളത്? 0.065 ആണ് അല്ലേ. സോ പ്രഷർ ഹെഡ് എനിക്ക് എങ്ങനെ എഴുതാം? നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ H എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ എഴുതാം, P1/ρg പ്ലസ് Z1 മൈനസ് P2/ρg പ്ലസ് Z2 എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം. ഇത് എന്തിന് ഈക്വലാണ്? 0.065 meters എന്നെനിക്ക് എഴുതാം.
എഴുതിക്കൂടെ? ഇനി നൗ ഐ ആം ഗോയിങ് ടു അപ്ലൈ ബെർണോളിസ് ഇക്വേഷൻ അറ്റ് സെക്ഷൻ 1 and 2. സെക്ഷൻ 1ഉം 2 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് ഏരിയയിലും ത്രോട്ട് ഏരിയയിലും ഞാൻ എന്ത് ചെയ്യുന്നു? ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. എന്താണ് ബെർണോളിസ് ഇക്വേഷൻ? P1/ρg പ്ലസ് V1² പ്ലസ് Z1 is equal to P2/ρg പ്ലസ് V2²2g പ്ലസ് Z2. ഇനി ഇത് മാത്രമാണോ? അല്ല, ഒരു ഹെഡ് ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 1ൽ നിന്ന് 2ലേക്ക് പോകുമ്പോഴേക്ക് കുറച്ച് നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ അത് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് ഐ ഷുഡ് റൈറ്റ് ഹിയർ ഇറ്റ് ആസ് പ്ലസ് HL. അപ്പോഴാണ് ഈക്വൽ ആവുക. ഇല്ലെങ്കിൽ ഇനീഷ്യലി ഉള്ള കേസിലായിരിക്കും ഹെഡ് കൂടുക, ഇൻലെറ്റിൻ്റെ അവിടെ ആയിരിക്കും ഹെഡ് കൂടുക. കാരണം ഇൻലെറ്റിൽ നിന്ന് പിന്നെ ത്രോട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഹെഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ ആ ഹെഡ് ലോസും കൂടെ ഞാൻ സെക്കൻഡ് സെക്ഷനിൽ കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക, എനിക്ക് രണ്ടും ഈക്വേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം P1/ρg പ്ലസ് Z1, P1/ρg പ്ലസ് Z1 മൈനസ് P2/ρg പ്ലസ് Z2. ദിസ് ഇസ് നോട്ട് ZL, ഇറ്റ് ഈസ് Z2 കേട്ടോ. സോ Z2 എന്ന് പറയുന്നത് ഓൾറെഡി എനിക്കറിയാം എന്താണ് 0.065 ആണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ P1/ρg പ്ലസ് Z1 ഓക്കെ മൈനസ് P2/ρg പ്ലസ് Z2 എന്നിട്ട് കഴിഞ്ഞാൽ ഇനി ഇവിടെ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? V2²/2g, പിന്നെ ഇവിടെ V1²/2g ഉണ്ട്. അതിനെ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് V1²/2g പ്ലസ് HL. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ കിട്ടിയത്? സോ ദിസ് വാല്യൂ ഈസ് ഗിവൺ as 0.065. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ഇറ്റ് as 0.065 meters. That is equal to V2²/2g minus V1²/2g plus HL എനിക്ക് എങ്ങനെ എഴുതാം? 0.3 times V1²/2g. that is 0.3 times V1²/2g. ക്ലിയർ ആണല്ലോ? സോ ഫോക്കസ് ഓൺ ദിസ് ഇക്വേഷൻ. ഇതൊരൊറ്റ ഇക്വേഷൻ ആണ് ആൻഡ് വി ഹാവ് 2 unknowns, ദാറ്റ് ഈസ് V2 ആൻഡ് V1. അപ്പോൾ ഒരു ഇക്വേഷനിൽ ഒരു അൺനോൺ ആണെങ്കിൽ അതെനിക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഒരു ഇക്വേഷനിൽ 2 അൺനോൺ ഉണ്ടെങ്കിൽ എനിക്ക് കഴിയില്ല. 2 അൺനോൺസ് കിട്ടണമെങ്കിൽ 2 ഇക്വേഷൻസ് വേണം, അല്ലെങ്കിൽ ഈ 2 അൺനോൺസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വേണം. ഇപ്പം നമ്മൾ നോക്കുക, V2ഉം V1ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് V2ഉം V1ഉം തമ്മിലുള്ള റിലേഷൻ? വി ക്യാൻ സീ ദാറ്റ് V2 and V1 are related by continuity equation. Continuity equation പ്രകാരം എന്താണ്? അവർ റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താ continuity equation? that is A1 V1 is equal to A2 V2 അല്ലേ? A1 V1 is equal to A2 V2. അത് ഇൻകംപ്രസിബിൾ ആണെന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ, കംപ്രസിബിൾ ആണെങ്കിൽ ρ1ഉം കൂടെ വരും ρ2ഉം കൂടെ വരും. പക്ഷെ നമ്മൾ ഇൻകംപ്രസിബിൾ ആണെന്ന് സങ്കല്പിക്കുമ്പോൾ വി ഹാവ് A1 V1 is equal to A2 V2. അപ്പോൾ അതിൽ ഒന്നെങ്കിൽ V1നെ V2ൻ്റെ ടേംസിലോ അല്ലെങ്കിൽ V2നെ V1ൻ്റെ ടേംസിലോ എഴുതാം. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നോക്കുമ്പോൾ V1 ആണ് 2 പ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ V2നെ നമ്മൾ എന്ത് ചെയ്യുക? V1ൻ്റെ ടേംസിലാക്കാം. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ V2 ഈസ് ഈക്വൽ ടു A1 V1/A2. ശരിയല്ലേ? അതെ. ഇനി ഏരിയ A1 എന്താണ്? നമുക്ക് ഓൾറെഡി കിട്ടിയതായിരുന്നു. എന്തായിരുന്നു ഏരിയ A1? ദാറ്റ് വാസ് 0.0491 ആൻഡ് A2 വാസ് 0.0104. സോ ആ വാല്യൂസ് ഞാൻ നേരെ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് 0.0491 into V1, that value we don't know, divided by area 2, that is 0.0104. So if I am doing it in calculator, this divided by this, I will get the value as 0.21 V1. Sorry, 0.21 V1 അല്ല, സോറി, ഇറ്റ് വിൽ ബി V2നെ നമ്മൾ V1ൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ദാറ്റ് വിൽ ബി 4.76 V1. 4.76 V1 ആയിട്ട് എനിക്ക് കിട്ടും. ഇപ്പോൾ V2നെ ഞാൻ എന്ത് ചെയ്യുക? V1ൻ്റെ ടേംസിൽ എഴുതുക. സോ ഈ പറഞ്ഞ ടേമിനെ ഞാൻ ഈ ഇക്വേഷനിൽ V2ൻ്റെ അവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫൈനലി ഐ വിൽ ഗെറ്റ് അഗെയിൻ ദ ഇക്വേഷൻ ആസ് 0.065 is equal to V2ന് പകരം ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് 4.76 V1 square. Okay, because here it is V2 square. So 4.76 V1 the whole square divided by 2g. പിന്നെ ബാക്കി വന്നത് എന്താ? മൈനസ് ഓഫ് V1²/2g. ഇവിടെ നോക്കാം, മൈനസ് V1²/2g പ്ലസ് 0.3 V1²/2g.
2g എല്ലാം എന്താണ് സ്ക്വയർ ടേംസിലാണ്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2g എല്ലാം കോമണുമാണ്. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ 4.76 v1 the whole square minus v1 the whole square plus 0.3 v1 the whole square the whole divided by 2g. ക്ലിയർ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0.065 ഈക്വലാണ്. സോ ഇഫ് യു ആർ ഡൂയിങ് ദി അനാലിസിസ് പ്രോപ്പർലി, പിന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ജീന് 9.81 ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് യു ഗെറ്റ് ദ വാല്യൂ v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.058 എന്നാണ്. ആൻഡ് ഇഫ് യു ആർ ഫൈൻഡിങ് ദ റൂട്ട് you will get v1 is equal to 0.24 that much meter per second. So finally I got, here it is one equation with one unknown, that is v1. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് v1 എത്രയാണെന്ന് കിട്ടി? 0.24. അപ്പോൾ v1 എത്രയാണെന്ന് അറിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? പിന്നെ ഡിസ്ചാർജ് കാണൽ എളുപ്പമാണ്. v1 എനിക്ക് അറിയാമെങ്കിൽ പിന്നെ ഡിസ്ചാർജ് കാണൽ എളുപ്പമാണ്. q ഈസ് ഈക്വൽ ടു a1 v1 എന്നാണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു a2 v2. പക്ഷേ ഇതിൽ v2 എനിക്കറിയില്ല, v1 ആണ് ഞാൻ കണ്ടത്. ഏരിയ 1 ഓൾറെഡി എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഏരിയ 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? π/4 ഓഫ് d1 ദാറ്റ് ഈസ് 0.25 സ്ക്വയർ. നമ്മൾ ഓൾറെഡി കണ്ട ഇറ്റ് വാസ് 0.0491 അല്ലേ? ഇൻറ്റു വെലോസിറ്റി v1 എത്ര? 0.24 ആണ്. 0.24. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ റേറ്റ് ഓഫ് ഫ്ലോ or that is the discharge, that is 0.012 meter cube per second. ഇത്രയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജ് കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ വെലോസിറ്റി 1 വെച്ചിട്ട് നിങ്ങൾക്ക് ഹെഡ് ലോസ് HL കാണാം, എന്നിട്ട് H-HL എടുത്തിട്ട് നിങ്ങൾ മെയിൻ ഇക്വേഷൻ കിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ കൂടുതൽ കാൽക്കുലേഷൻ വരും. സോ വൺസ് ഇഫ് യു ഹാവ് ഗോട്ട് ദ വെലോസിറ്റി ദെൻ ദ ഡിസ്ചാർജ് ക്യാൻ ബി റിട്ടൺ ആസ് a1 v1 എന്ന് വേണമെങ്കിൽ എഴുതാം. സോ ഡയറക്ട്ലി യു വിൽ ഗെറ്റ് ദി ആൻസർ. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് കേസ്. അപ്പോൾ നിങ്ങൾ വെഞ്ചുറിമീറ്ററിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് യൂണിറ്റ് മാറിയിട്ടും സ്പെസിഫിക് ഗ്രാവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ടും ചിലതിൽ കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് കാണാൻ പറയും, ചിലപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും ഒരു ഏരിയ കാണാൻ പറയും, ചിലപ്പോൾ നിങ്ങളോട് ഡിസ്ചാർജ് കാണാൻ പറയും, ചിലപ്പോൾ ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ കാണാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെഡ് ഇൻ ടേംസ് ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വയ്ക്കാം. എല്ലാത്തിനും നമുക്ക് ബേസിക് ഇക്വേഷൻ, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കത് അറിഞ്ഞാൽ മതി പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. സോ പ്രാക്ടീസ് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് for Venturimeter so that you will get thorough. So that's all for this today's class. Thank you.